ഹലോ നമസ്കാരം. സന്തോഷ്. 2.5 വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ കേരള സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ NDAയുടെ പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ 29-ാം തീയതി മാർച്ച് പാലക്കാട് പ്രസംഗവും തൃശ്ശൂരിൽ റോഡ് ഷോയും. ഇന്ത്യയുടെ കാശിയാണ് പാലക്കാടെന്നും നിരവധി വികസന പദ്ധതികൾ NDA സർക്കാർ പാലക്കാട് നൽകിയിട്ടുണ്ടെന്നും NDAയുടെ A ക്ലാസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുവാനും കേരളത്തിൽ LDF UDF സർക്കാരുകൾ മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ചെന്നും ഭരണമാറ്റം നൽകാനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 950 മുകളിൽ മത്സരാർത്ഥികൾ 2026 സ്ഥാനാർത്ഥികളുടെ പട്ടിക 890 താഴ്ന്ന നിലയിൽ. 2021 കേരള നിയമസഭയിലെ 140 സീറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി CPIM-ഉം നിലവിലെ സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുമെന്ന് മണ്ഡലങ്ങളിൽ 3000-നും 8000-നും ഇടയിൽ വോട്ടുകളുള്ള SDPI-യും വഞ്ചകർക്കുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ടീം UDF തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് VD സതീശനും തങ്ങളുടെ പിന്തുണയോടെ ഭരണം നിലനിർത്താനാവുമെന്ന് BJPയും. പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണിയും ഷോൺ ജോർജും മാണി സി കാപ്പനും ഏറ്റുമുട്ടുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ വിജയിച്ചാൽ വീടില്ലാത്തവർക്ക് 3 മാസത്തിനുള്ളിൽ വീട് നൽകുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ നിലവിൽ MLA ആയ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസിനെതിരെ 2021 ഇടതുപക്ഷ സർക്കാരിൽ അംഗമായിരുന്ന PV അൻവർ രാജിവെക്കുകയും പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 15,000-ൽ കൂടുതൽ വോട്ടുകൾ നേടുകയും ബേപ്പൂരിൽ UDF പിന്തുണയോടെ LDFനെതിരെ മുഹമ്മദ് റിയാസിനെതിരെ മത്സര രംഗത്ത്. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്